പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈൽ നഗരത്തിന് 85 കിലോമീറ്റർ കിഴക്കായി അറേബ്യൻ ഗൾഫ് കടലിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി ഭൗമ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 5:12 റിക്ടർ സ്കെയിലിൽ 3.35 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതെന്ന് ജിയോളജിക്കൽ സർവേയുടെ ഭൂകമ്പ നിരീക്ഷണ ശൃംഖല സമൂഹമാധ്യമത്തിലൂടെയാണ് വെളിപ്പെടുത്തിയത്. ഇതിനിടെ കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടെ ഏറ്റവും ഉയർന്ന താപനിലയാണ് ഈ വർഷം മെയിൽ UAEയിൽ രേഖപ്പെടുത്തിയതെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മെയ് 24 അബുദാബിക്ക് അടുത്തുള്ള സ്വൈഹാനിൽ താപനില 51.6 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയതാണ് രാജ്യത്തിന്റെ ഇതുവരെയുള്ള മെയ് റെക്കോർഡിൽ ഉയർന്ന താപനില. ചൂട് കൂടിയതുപോലെ തന്നെ ദൈർഘ്യവും കൂടിയതായി കാലാവസ്ഥാ വിദഗ്ധർ ഡോക്ടർ അഹമ്മദ് ഹബീബി പറയുന്നു. രാജ്യത്തുടനീളമുള്ള ശരാശരി പരമാവധി താപനില 40.4 ഡിഗ്രി സെൽഷ്യസ് ആയി. ഇത് 2003-2024 കാലഘട്ടത്തിലെ 39.2 ഡിഗ്രി സെൽഷ്യസ് എന്ന ശരാശരി മറികടന്നു. അടുത്ത ദിവസങ്ങളിലും ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. അതേസമയം കാലാവസ്ഥാ മാറ്റം ലോകമാകെയുള്ള താപനില വർധനവിന് കാരണമാകുന്ന പ്രധാന ഘടകമായാണ് ശാസ്ത്രജ്ഞർ കാണുന്നത്. UAEയിലും ചൂടിപ്പോൾ ഉച്ചയ്ക്ക് മാത്രമല്ല രാവിലെ മുതൽ വൈകിട്ട് വരെ നീളുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. അബുദാബി, അൽ ദഫ്ര മേഖലകളിൽ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട്. NCM ചുവപ്പും മഞ്ഞയും അലർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിരാവിലെ മൂടൽമഞ്ഞ് ചില UAE റോഡുകളിൽ ദൃശ്യപരത കുറയാൻ കാരണമാകുന്നു. ചൊവ്വാഴ്ച രാവിലെ അബുദാബിയുടെ ചില ഭാഗങ്ങളിലൊക്കെ മൂടൽമഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. രാവിലെ 9 വരെ റോഡുകളിൽ കുറഞ്ഞ ദൃശ്യപരത ഉണ്ടാകുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ചുവപ്പും മഞ്ഞയും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ അബുദാബിയിലെ ഹബ്ഷാൻ, സായിദ് സിറ്റി, അൽ ഹംറ, അർജൻ എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. NCM പ്രകാരം രാജ്യത്തുടനീളം കാലാവസ്ഥ പൊതുവെ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിഴക്കോട്ട് ചില സംവഹന മേഘങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഉച്ചകഴിഞ്ഞ് നേരിയ മഴ ലഭിക്കാനും സാധ്യതയുണ്ട്. കൂടാതെ പൊടി അലർജിയുള്ളവരും പുറത്തേക്ക് പോകുന്നവരും ശ്രദ്ധിക്കുക. NCM മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പോലെ ചിലപ്പോൾ നേരിയതോ മിതമായതോ ആയ കാറ്റ് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ വീശുന്നതാണ്. പൊടിയും മണലും വീശുവാനും കാരണമാകും. രാജ്യത്തെ ഉയർന്ന താപനില 40 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെയും കുറഞ്ഞ താപനില ശരാശരി 19 മുതൽ 23 ഡിഗ്രി സെൽഷ്യസ് വരെയും ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീരദേശ പ്രദേശങ്ങളിൽ ശരാശരി താപനില 38 മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെയും UAEയിലെ പർവ്വത പ്രദേശങ്ങളിൽ 30 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയുമായിരിക്കും. ഉൾപ്രദേശങ്ങളിൽ ഈർപ്പം 60 മുതൽ 80% വരെ മിതമായിരിക്കും. അതേസമയം പർവ്വത പ്രദേശങ്ങളിൽ ഇത് 55 മുതൽ 70% വരെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും കടൽ നേരിയ തോതിലായിരിക്കും.